കേരള PSC പരീക്ഷകളിൽ യൂറോപ്യന്മാരുടെ സംഭാവന ഒട്ടനവധി തവണ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. യൂറോപ്യന്മാരുടെ സംഭാവന ഏതാണ് എന്നുള്ളത് രീതിയിലല്ല. നമുക്കറിയാം, വൈദേശിക ആധിപത്യം ഇന്ത്യക്ക് ഒരുപാട് കോട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയെ തീർത്തും ദരിദ്രമാക്കിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നത്. പക്ഷേ ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ഇന്ത്യക്ക് കോട്ടങ്ങൾ മാത്രമല്ല, ചില നേട്ടങ്ങളും സംഭാവന ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ വൈജ്ഞാനിക മേഖലയിൽ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എന്ന് തന്നെ പറയാം. അത് കേരളത്തിനെ ഒരു ആധുനിക കേരളമായി രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSC പരീക്ഷകളിൽ ഈ ചോദ്യം നിരന്തരം ആവർത്തിച്ചു വരാറുണ്ട്. PSC പരീക്ഷകളിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുടെ വസ്തുതകൾ നമുക്കൊന്ന് പഠിക്കാം. പഠിച്ചതിന് ശേഷം ഈ അടുത്ത കാലത്ത് വന്ന ചില ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് യൂറോപ്യൻ മിഷണറിമാരും മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനയുമാണ് ഇന്നത്തെ ക്ലാസ്. എൻ്റെ പേര് രഘുനന്ദനൻ വി. വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നമ്മുടെ മറ്റെല്ലാ ഫ്രീ റിസോഴ്സുകൾക്കും PSC ഹബ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മലയാള ഭാഷയും മിഷണറിമാരും മലയാള വ്യാകരണത്തിനും നിഘണ്ടുവിനും സംഭാവന നൽകിയവർ, മലയാളത്തിലെ വ്യാകരണം നിഘണ്ടുവിന് സംഭാവന നൽകിയവർ ജസ്യൂട്ട് മിഷണറിമാരാണ്. ആ പേരൊന്ന് ഓർത്തു വയ്ക്കുക. ആദ്യ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓർക്കണേ, ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. എന്നാൽ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം ഹെർമൻ ഗുണ്ടർട്ടാണ്. ഹെർമൻ ഗുണ്ടർട്ട് പിന്നെയും സംഭാവനകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. രാജസമാചാരം പോലെ, നിഘണ്ടു പോലെ ഒക്കെ സംഭാവന നൽകിയ ആളാണ് ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം ഹെർമൻ ഗുണ്ടർട്ടാണ്. എന്നാൽ ആദ്യ വ്യാകരണ ഗ്രന്ഥം ആരാണെന്ന് ചോദിച്ചാൽ അത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. നല്ലോണം ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ വരാം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ക്ലെമന്റ് പിയാനോസ് ആണ്. 8-9 ആളുകളുടെ പേരെ ഓർത്തു വെക്കേണ്ടുള്ളൂ. ഇപ്പോൾ ഹെർമൻ ഗുണ്ടർട്ടായി, ആഞ്ചലോസ് ഫ്രാൻസിസ് ആയി, ക്ലെമന്റ് പിയാനോസ് ആയി. അപ്പോൾ സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ക്ലെമന്റ് പിയാനോസ് ആണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥവും സംക്ഷേപ വേദാർത്ഥമാണ്. പത്രങ്ങൾ എന്ന് പറയുമ്പോൾ രാജസമാചാരവും പശ്ചിമോദയവും ഓർത്തു വയ്ക്കുക. 1847 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് മലയാളത്തിലെ ആദ്യ പത്രങ്ങളായ രാജസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം ഹെർമൻ ഗുണ്ടർട്ടാണെങ്കിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇനി നിഘണ്ടു വരുമ്പോഴാണ് നല്ലോണം ശ്രദ്ധിക്കണം. നിഘണ്ടുക്കൾ 3 നിഘണ്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യ നിഘണ്ടുവുണ്ട്, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവുണ്ട്, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവുണ്ട്. ആദ്യ നിഘണ്ടു അർണോസ് പാതിരിയാണ്. ആദ്യ നിഘണ്ടു ആരാണ്? അർണോസ് പാതിരിയാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പോൾ നിഘണ്ടു പാതിരി, ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, നേരെ തിരിച്ച് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. മിഷണറി സംഘങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും. ലണ്ടൻ മിഷണറി സംഘത്തിലെ പ്രധാനി റവറന്റ് മീഡാണ്. അർണോസ് പാതിരി, ആഞ്ചലോസ് ഫ്രാൻസിസ്, ഹെർമൻ ഗുണ്ടർട്ട്, റവറന്റ് മീഡ്. കുറച്ച് ആളുകളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അവരുടെ സംഭാവനകൾ എന്താണെന്ന് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലേക്ക് പോവുക. മട്ടാഞ്ചേരിയിൽ 1818 ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ഡൗസൺ ആണ്. 1818 മട്ടാഞ്ചേരിയിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ഡൗസൺ ആണ്. ലണ്ടൻ മിഷണറി സംഘത്തിലെ പ്രധാനി റവറന്റ് മീഡാണ്. ഏതെല്ലാം ആയിരുന്നു മിഷണറി സൊസൈറ്റികൾ? ലണ്ടൻ മിഷണറി സൊസൈറ്റി ഉണ്ട്, ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ട്, ബാസൽ ഇവലാഞ്ചിക്കൽ മിഷൻ ഉണ്ട്, LMS, CMS, BEM. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവലാഞ്ചിക്കൽ മിഷൻ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നാൽ BEM സ്കൂളുകൾ കാണാം. മലബാറിൽ അവർ സ്ഥാപിച്ച സ്കൂളുകളാണ്. അപ്പം മലബാറിലായിരുന്നു ബാസൽ ഇവലാഞ്ചിക്കൽ മിഷന്റെ
പ്രവർത്തന മേഖല. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു. ഈ സി ഓർത്ത് വെച്ചാൽ മതി, കൊച്ചി. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനമാണല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടതാണല്ലോ. അപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, ചർച്ച് സി ഓർക്കുമ്പോൾ കൊച്ചിയും തിരുവിതാംകൂറും. എന്നാൽ ബാസൽ ഇവലാഞ്ചിക്കൽ മിഷൻ മലബാർ, മലബാറിലെ അവിടെ ബാസലുണ്ട്. ഓക്കെ, ശ്രദ്ധേയമായ വിദ്യാഭ്യാസ സംരംഭങ്ങൾ കൂടി ഓർത്തു വെച്ചോളൂ. തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ട്വിങ്കിൾ ടാബാണ്. ട്വിങ്കിൾ ടാബാണ് തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത്. ആരാണ്? ട്വിങ്കിൾ ടാബ്, സാൽവേഷൻ ആർമി. 1862 മലബാറിൽ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥാപിക്കപ്പെട്ട വിദ്യാലയമാണ് ബ്രണ്ണൻ സ്കൂൾ. മലബാറിൽ ബ്രണ്ണൻ സ്കൂൾ, തിരുവിതാംകൂറിൽ ട്വിങ്കിൾ ടാബ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാലയമാണത്. മലബാറിലാകട്ടെ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥാപിക്കപ്പെട്ട വിദ്യാലയമാണ്. തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കൂടി നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ്. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായിരുന്ന വിദ്യാഭ്യാസം വരുന്ന ഒരു നിയമം നമ്മുടെ കാലത്താണ് വരുന്നത്. എന്നാൽ കേരളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ ഒരു തിരുവിതാംകൂർ ഭരണാധികാരി ഉണ്ടായിരുന്നു. അവരുടെ പേര് റാണി ഗൗരി പാർവതിഭായിയാണ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം, കൺഫ്യൂഷൻ വേണ്ട, ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം അർണോസ് പാതിരിയാണ്. എന്നാൽ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം ഹെർമൻ ഗുണ്ടട്ടാണ്. രാജസമാചാരം എന്ന പത്രം ആരംഭിക്കുന്നത് ഹെർമൻ ഗുണ്ടട്ടാണ്. രാജസമാചാരം മാത്രമല്ല, പശ്ചിമോദയവും 1847 ആരംഭിക്കുന്നത് ഹെർമൻ ഗുണ്ടട്ടാണ്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? അത് ഹെർമൻ ഗുണ്ടട്ടാണ്. ആരാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഉണ്ടാക്കിയത്? ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരിയാണ്. നിങ്ങൾ കമന്റ് ചെയ്യൂ, ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടട്ടാണ് മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത്. താഴെ തന്നിരിക്കുന്നവയിൽ ഹെർമൻ ഗുണ്ടറ്റുമായി ബന്ധപ്പെട്ടത് ഏത്? നമുക്കറിയാം, ഹെർമൻ ഗുണ്ടറ്റ് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു. അല്ല, തെറ്റാണ്. രാജസമാചാരം, പശ്ചിമോദയം എന്ന പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. അത് കറക്റ്റാണ്, 1847. ഇപ്പം 2 ശരിയാണ്. എവിടെയൊക്കെ 2 ഉണ്ടോ അത് നമുക്ക് ഉൾപ്പെടുത്താം. ഇവിടെ 2 ഇല്ല, ഇവിടെ 2 ഇല്ല. അപ്പം തന്നെ നമ്മുടെ കൺഫ്യൂഷൻ തീർന്നു. ഇനി എയോ ഡിയോ മാത്രമേ പറ്റുള്ളൂ. ഡി ആണെങ്കിൽ എല്ലാം ശരി. അവിടെ തന്നെ നിങ്ങൾക്കറിയാം, 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. ഹെർമൻ ഗുണ്ടറ്റ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ്. ആരായിരുന്നു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ്, ഇതിന് മുന്നേയുള്ള ക്ലാസ് നോക്കി നിങ്ങൾ ഉത്തരം പറയും. അപ്പോൾ നമുക്കറിയാം ഇതൊരിക്കലും ആവില്ല, എല്ലാം ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കണ്ണും ചീമ്പി A2 എന്നെഴുതാം. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു നിങ്ങൾക്കറിയാം, അർണോസ് പാതിരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഹെർമൻ ഗുണ്ടറ്റ് അല്ല, ആഞ്ചലോസ് ഫ്രാൻസിസ് ആണെന്നും അറിയാം. അതുകൊണ്ട് 4 തെറ്റാണ്, 2 മാത്രമാണ് അവിടെ ശരി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവലാഞ്ചിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? നിങ്ങൾക്കറിയാം, ബാസൽ മലബാറിലാണ്. എന്നാൽ ചർച്ച് മിഷൻ സൊസൈറ്റി അത് കൊച്ചിയിലും തിരുവിതാംകൂറിലുമാണ്. തിരുവിതാംകൂറിൽ മാത്രം പ്രവർത്തിച്ചതാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി. അപ്പോൾ അടുത്തത് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവലാഞ്ചിക്കൽ മിഷൻ. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബാസൽ ഇവലാഞ്ചിക്കൽ മിഷനാണ്. അതുകൊണ്ട് 3 മാത്രമാണ് ശരി. സോ അവിടെ ഉത്തരം 3 മാത്രം എന്നുള്ളതാണ്. കേരളത്തിലെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്?
മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബാസൽ ഇവലാഞ്ചിക്കൽ മിഷനാണ്. അത് ശരിയാണ്, അതുകൊണ്ട് അത് ഉത്തരത്തിൽ വരില്ല. റാണി ഗൗരി പാർവതിഭായി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അതും ശരിയാണ്. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. തെറ്റാണ്. 1818 സ്ഥാപിക്കപ്പെട്ടത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ എന്താണ് എന്ന്. സ്പാനിക് മിഷണറി ആയിരുന്ന ടിങ്കിൾ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി. സാൽവേഷൻ ആർമി, ടിങ്കിൾ ടാബ്, സ്പാനിഷ് മിഷണറി, ഓർത്തിരിക്കുക. അതും ശരിയാണ്. അതുകൊണ്ട് സി ആണ് ഇവിടെ തെറ്റായ ഉത്തരം. ഓക്കെ, വീണ്ടും കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കാൻ കാത്തിരിക്കുക. ഈ ക്ലാസ്സുകളുടെ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.